എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്നത് കോഴിക്കോടിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്തരംഗം അഭിമാനപൂരിതമാവുന്നതും ചോര ഞരമ്പുകളിൽ തിളയ്ക്കുന്നതും കോഴിക്കോടെന്ന് കേൾക്കുമ്പോഴാണ്. 25 വയസ്സുവരെ ഞാൻ ജീവിച്ച നഗരം. കോഴിക്കോടിൻ്റെ ഏതേത് സ്ഥലങ്ങളിൽ എൻ്റെ കാൽപ്പാട് പതിഞ്ഞിട്ടില്ല. കോഴിക്കോട് എന്ന് തന്നെ പറയണേ. ആംഗലേയത്തിലാക്കി കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നഗരത്തിനോട് ഈ അടുപ്പം തോന്നില്ല. നാവ് തീരെ വഴങ്ങാത്തവർ കോഴിക്കോട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിന് മിഠായി തെരുവിൽ നിന്ന് കിട്ടുന്ന കോഴിക്കോട് ഹൽവയുടെ മധുരവുമുണ്ട്. 5ാം ക്ലാസ് വരെ ചിന്താവളപ്പ് എലിമെൻ്ററി സ്കൂളിലും പിന്നെ ഫസ്റ്റ് ഫോം മുതൽ 6th ഫോം വരെ ചാലപ്പുറത്ത് അച്യുതൻകേഴ്സ് ഹൈസ്കൂളിലും നടന്നു പോയിട്ട് തന്നെയായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് സഹപാഠികളുമൊത്ത് ഇടവഴികൾ താണ്ടി കുറേ ദൂരമുണ്ടെങ്കിലും നടന്നു തന്നെയാണ് പോയിരുന്നത്. അതിനിടയിൽ പലപ്പോഴായി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പരീക്ഷകൾ എഴുതാൻ ഗണപതി ഹൈസ്കൂളിലും പോയിട്ടുണ്ട്. 1924 ജൂൺ 24 കോഴിക്കോട് നേറ്റീവ് ഹൈസ്കൂളിൻ്റെ പേര് ഗണപതി ഹൈസ്കൂൾ എന്നാക്കിയത്. കൃത്യം 100 വർഷം മുമ്പ്. തളി ശിവക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിലെ ദീപാരാധന സായം സന്ധ്യയിൽ അഭൗമമായ അനുഭവമാണ്. പിന്നെ ബീച്ച് റോഡിലുള്ള സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ ഉദ്യോഗസ്ഥയായി ബലിയങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ എവിടെയോ മങ്ങാട്ടച്ചൻ കുടിയിരിക്കുക ശ്രീഭഗവതിയുടെ സാന്നിധ്യം കാലിലണിഞ്ഞ ചിലങ്കകൾ അറിയിക്കുന്നുണ്ടോ എന്ന് ചെവിയോർക്കും. ഓഫീസിലെത്തിയാൽ വലിയ തിരക്കില്ലെങ്കിലും കടലിലെ തിരകൾ എണ്ണിക്കൊണ്ടിരിക്കാം. ഇതിനിടയിൽ കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരെയൊക്കെ കാണാനും ഏതാണ്ട് എല്ലാവരുടെയും വീട്ടിൽ പോകുവാനും സാധിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ കോഴിക്കോട്ടുകാരായ മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാരുടെ ചിത്രം തന്മയത്വത്തോടെ വരച്ചത് കണ്ടപ്പോൾ അവർ, അതായത് MP വീരേന്ദ്രകുമാർ, ബഷീർ, തിക്കോടിയൻ, SK പൊറ്റക്കാട്ട്, ഉറൂബ്, സുകുമാർ അഴീക്കോട്, UA ഖാദർ തുടങ്ങിയവർ കൊടി പിടിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ എന്ന് തോന്നി. അവർക്ക് സ്വർഗത്തിൽ വെച്ചും അതിൽ ജീവിച്ചിരിക്കുന്ന ജ്ഞാനപീഠം ജേതാവ് MT വാസുദേവൻ നായർക്ക് ഈ ഭൂമിയിൽ വെച്ചും ഏറെ സന്തോഷിക്കാനുള്ള നേട്ടമാണ് കോഴിക്കോടിന് ലഭിച്ച അംഗീകാരം. ചലച്ചിത്രങ്ങൾ എന്നും സാഹിത്യത്തിന് മുതൽക്കൂട്ടാണ്. നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന രാധാ ടോക്കീസ്, കോർണേഷൻ തിയേറ്റർ, പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ക്രൗൺ തിയേറ്റർ, അതിൻ്റെ അടുത്ത് തന്നെ മാനാഞ്ചിറ മൈതാനം, അൻസാരി പാർക്ക്, നഗരമധ്യത്തിൽ SK പൊറ്റക്കാട്ടിൻ്റെ പ്രതിമ. അങ്ങനെ ഒരു സ്മാരകമില്ലാതെ തന്നെ പ്രധാന തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ ബസ് കണ്ടക്ടർമാരുടെ കയ്യിലുള്ളതുപോലെയുള്ളൊരു ബാഗും പിടിച്ച് SK പൊറ്റക്കാട്ടിനെ അവിടെയൊക്കെ ഇപ്പോഴും കാണാം എന്ന് തോന്നുന്നു. ചേവായൂർ ചന്ദ്രകാന്തത്തിൽ നിന്നും തുടങ്ങുന്ന നടത്തം പലപ്പോഴും മാതൃഭൂമി ആഫീസിലോ ആകാശവാണിയിലോ എത്തിയിട്ടായിരിക്കും നിൽക്കുക. ഒരു സ്മാരകവും വേണ്ടാത്ത ആ വ്യക്തിത്വം അതിരാണിപ്പാടത്തിൻ്റെ കഥ പറഞ്ഞ് നേടിയ ജ്ഞാനപീഠം കോഴിക്കോടൻ തെരുവിന് തന്നെയല്ലേ സമർപ്പിച്ചത്. തിക്കോടിയൻ്റെ നാടകങ്ങൾ ദേശഭൂഷണി വായനശാല അരങ്ങത്തെത്തിച്ചതുപോലെ KT മുഹമ്മദിൻ്റെ നാടകങ്ങൾ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബാണ് ഏറ്റെടുത്തിരുന്നത്. അന്തർജനമായ പ്രിയദത്ത കല്ലാട്ടുകൃഷ്ണനെ മിശ്രവിവാഹം നടത്തി എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിൽ നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകുമ്പോൾ മിക്കവാറും എന്നെയും കൂട്ടും. കോഴിക്കോട് മുനിസിപ്പൽ ലൈബ്രറിയിൽ അക്ഷരപ്രേമികളായ സഹൃദയർ വന്ന് എത്ര ശ്രദ്ധയോടെയും ആവേശത്തോടെയും അച്ചടക്കത്തോടെയുമായിരുന്നു പത്രങ്ങൾ വായിച്ചിരുന്നത്. കോഴിക്കോട്ടെ ഓരോ പൗരനും ഒരു സഹൃദയനാണ്. വായിക്കാനുള്ള ഒടുങ്ങാത്ത ത്വര മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണ്. ചൂടപ്പം പോലെ പുതിയ പുസ്തകങ്ങൾ വിറ്റുപോകുന്ന കമ്പോളമാണ് ഇവിടുത്തേത്. ചങ്ങമ്പുഴയുടെ രമണൻ്റെ കോപ്പി തീർന്നപ്പോൾ എൻ്റെ അമ്മ അതൊരു വരയിട്ട നോട്ട് ബുക്കിൽ
പകർത്തി എഴുതിയത് വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും മാതൃഭൂമിയുടെ വളർച്ചയ്ക്കും വേണ്ടി അഹോരാത്രം അധ്വാനിച്ച KP കേശവമേനോൻ എഴുതിയ പുസ്തകങ്ങൾ എന്നും ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പ്രശസ്തരായ എഴുത്തുകാരെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പുസ്തക പ്രസാധക രംഗത്ത് പേരുകേട്ട 2 സ്ഥാപനങ്ങളായിരുന്നു PK ബ്രദേഴ്സും KR ബ്രദേഴ്സും. പലരും സൗകര്യപൂർവ്വം മറന്നുപോയ 2 പ്രതിഭാധനരെക്കുറിച്ച് കൂടി ഇവിടെ പ്രസ്താവിക്കട്ടെ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വർഷങ്ങളോളം തുടർച്ചയായി ചലച്ചിത്ര നിരൂപണം എഴുതിയിരുന്ന സിനിക് എന്ന കീഴേടത്ത് വാസുദേവൻ നായരും കോഴിക്കോടൻ എന്ന തുലികാനാമത്തിൽ എഴുതിയിരുന്ന അപ്പുക്കുട്ടൻ നായരും. ഇവർ 2 പേരും ടെലിഗ്രാഫ് മാസ്റ്റർമാരായിരുന്നു. M. കൃഷ്ണൻ നായർ സാഹിത്യവാരഫലത്തെ കൂടി മലയാള ഭാഷയ്ക്ക് ചെയ്ത അതേ സേവനം തന്നെയാണ് സിനിക്കും കോഴിക്കോടനും സിനിമയ്ക്ക് വേണ്ടി ചിത്രശാലയിൽ കൂടി ചെയ്തത്. ഈ 2 ടെലിഗ്രാഫ് മാസ്റ്റർമാരുടെ കൂടെ കോഴിക്കോട് സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ദൂരെയാണുള്ളത്. മനസ്സുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് അറബിക്കടലിനോടും കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വരുന്ന ആയിരക്കണക്ക് ആൾക്കാരോടും വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കോഴിക്കോടിന് അപൂർവ സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. യുനെസ്കോയുടെ സാഹിത്യനഗരി എന്ന അംഗീകാരം. കൂട്ടത്തിൽ ഒരു ചെറിയ സംശയം, എന്തിനിത്ര വൈകി? ഇത് കുറേ നേരത്തെ ആവാമായിരുന്നില്ലേ?